മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ യോഹന്നാൻ അറിയിച്ച കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 21 അധ്യായം 17 വാക്യം നമുക്ക് ധ്യാനിക്കാം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 21 verse 17. അവൻ 3-ാം പ്രാവശ്യം അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നു? എന്നോട് 3-ാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. ഈശോ പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയിക്കൂ. ബലഹീനരെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ കർത്താവ് അവരെ നല്ലവരായി രൂപാന്തരപ്പെടുത്തും. അതിന്റെ ഉദാഹരണമാണ് മിസ്റ്റർ പത്രോസിന്റെ ജീവിതം. എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ലെന്ന് പറഞ്ഞ പത്രോസ് അടുത്ത പ്രഭാതത്തിൽ ഈശോയെ അറിയുകയില്ലെന്ന് തള്ളിപ്പറഞ്ഞു. മറ്റൊരിക്കൽ ഈശോ പത്രോസിനെ തുറന്ന് ശാസിച്ചു, നീ ദൈവികമല്ല ജഡികമത്രേ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു. ബലഹീനതകളുടെ പരമ്പരയാണ് പത്രോസിന്റെ ജീവിതം. ഈ ബലഹീനത മനുഷ്യനെയാണ് ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് ചുമതലപ്പെടുത്തി. ഈ കഴിവില്ലാത്ത മനുഷ്യനെ ആ ചുമതല കൊടുക്കുകയാണ്. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് ഈശോ പറഞ്ഞു. സൂത്രക്കാരനായ യാക്കോബിനെ കഷ്ടതകളുടെ ആഴത്തിലൂടെ നടത്തി ഇസ്രായേൽ എന്ന അപരനാമവും കൊടുത്ത് യഹൂദ ജാതിയുടെ വന്യപിതാവ് എന്ന പദവിയിലേക്ക് ഉയർത്തി. ഈജിപ്തുകാരെ അടിച്ചു കൊന്ന് മണലിൽ മറവ് ചെയ്ത കൊലപാതകനായ മോശയെ ഇസ്രായേലിന്റെ നേതാവായി ഉയർത്തി. മ്ലേച്ഛത പ്രവർത്തിക്കുകയും കൊലപാതകം ചെയ്യുകയും അത് മറയ്ക്കുവാൻ ശ്രമിക്കുകയും ചെയ്ത ദാവീദിനെ ദൈവഹൃദയപ്രകാരമുള്ള മനുഷ്യനാക്കി ദൈവം തീർക്കുകയാണ്. വീഴ്ചതാഴ്ചകളുണ്ടെങ്കിലും അവയെ വെറുക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നവർ ദൈവം സഹായിച്ചുയർത്തും. ആത്മാർത്ഥതയുള്ളവരെ മാത്രമേ അത് സാധിക്കൂ. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ കഴിവില്ലായ്മയെയും ബലഹീനതകളെയും ഓർ ദുഃഖിക്കുന്നവരായിരിക്കാം. ജീവിതം ഇന്നും ശരിയായിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ച് ദുഃഖിക്കുന്നുണ്ടായിരിക്കാം. പത്രോസിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ കർത്താവിൽ വിശ്വാസം അർപ്പിച്ചാൽ നമ്മെ നമ്മുടെ പരിതാപകരമായ നിലയിൽ നിന്ന് ഉയർത്തും. അതുകൊണ്ട് ആത്മാർത്ഥതയുണ്ടോ, കർത്താവ് എന്നെ എടുത്തുപയോഗിക്കും. ആ വിശ്വാസത്തിന് അടിയുറയ്ക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.